ഹായ്, ഇന്ന് എൻ്റെ മോൻ്റെ നഴ്സറിയിലെ കലോത്സവമാണ്. 2026-2027 കലോത്സവം. ഇത് നടക്കുന്നത് വെങ്ങാനൂർ ഗേൾസ് സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി. കൊച്ചു കുരുന്നിപ്പോൾ ഈശ്വര പ്രാർത്ഥന നടക്കുകയാണ്. പിള്ളേർക്ക് ഈശ്വര പ്രാർത്ഥന ആവട്ടെ എന്താവട്ടെ അറിഞ്ഞൂടല്ലോ. ഒരു ഓട്ടവും ചാട്ടവും കളിയും വിളിയും കൂട്ടവും. പിന്നെ ഒരുപാട് കാഴ്ചകൾ ഉണ്ടെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ മിലിറ്ററിയുടെയും പോലീസിൻ്റെ ഡ്രസ്സും, പിന്നെ ഡോക്ടറാവട്ടെ നേഴ്സാവട്ടെ, ഒരുപാട് നമ്മുടെ കർഷകരാവട്ടെ മത്സ്യത്തൊഴിലാളിയാവട്ടെ, അങ്ങനെ മീൻ വിൽക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് വേഷിതുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്തോ പോവുകയാണ്. അത് നല്ലൊരു ഇതാണ്. കാരണം പിള്ളേർക്ക് ഇത്ര കൊച്ചിലേ തന്നെ അവരുടെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു പദവി ഉണ്ടെന്ന്, ഇങ്ങനെ ആൾക്കാർ അതിനെ അംഗീകരിക്കുന്നു എന്നൊക്കെ കാണുന്നുണ്ടല്ലോ. അത് കാണിക്കണത് നല്ലതാണ്. പിള്ളേർക്ക് അങ്ങനത്തെ തോന്നല്ലോ. ഇപ്പോൾ എൻ്റെ മോന് തന്നെ മിലിറ്ററി ആയിട്ടാണ് എൻ്റെ മോന് ഡ്രസ്സ് ഇട്ടത്. പക്ഷേ എൻ്റെ മോന് ഇതെന്തിനാണ് ഇതെന്തിനാണ് ഈ ഡ്രസ്സ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ അവൻ ചോദിക്കുന്നത്. അടുത്ത് ശകുന്തള പോകുന്നുണ്ട്, പോകണ്ട. അങ്ങനെയൊക്കെ ഒരുപാട് എന്തായാലും നല്ല കാഴ്ചകളാണ് കണ്ടത്. എല്ലാ കുട്ടികൾക്കും ഇതുപോലത്തെ ഇതൊക്കെ കാണിച്ചു കൊടുക്കുക. അടുത്ത കുട്ടികൾക്ക്, അടുത്ത തലമുറയ്ക്ക് നല്ലൊരു ചിന്ത തോന്നിക്കട്ടെ. അതാണ് സംഭവം. ഇതെന്ന് പറഞ്ഞാൽ ഇത് എല്ലാ പിള്ളേർക്കും ഇതൊരു ആകർഷകമായ ഒരു സംഭവമാണ്. കാരണം എല്ലാ കുട്ടികളും പല പല വേഷങ്ങളിലാണ് നിൽക്കുന്നത്. എൻ്റെ മോനെ ഇപ്പോൾ കാണിച്ചത് അവനും ഭയങ്കര സന്തോഷവും. ചോദിക്കും, ഇതെന്തിനാണ് വെച്ചാൽ ഇതെന്തിൻ്റെ ഡ്രസ്സാണ് ഇടുന്നത്, ഇത് പോലീസിൻ്റെ ഡ്രസ്സ് അല്ലല്ലോ, ഇതെന്ത് ഇങ്ങനത്തെ ഡ്രസ്സ് എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കാണിച്ച് പഠിപ്പിച്ച് കൊടുത്തൊക്കെയാണ് സ്റ്റേജിൽ കയറ്റിയത്. പക്ഷേ ഇങ്ങനെ ചെയ്തില്ല. പിള്ളേരിങ്ങനെ ചെയ്യില്ലല്ലോ. നമ്മളെ മുമ്പേ കാണിക്കും പോലെ സ്റ്റേജിൽ കാണിക്കില്ലല്ലോ. ഇതാണ് അടുത്ത് വേറൊരു കുട്ടി ഇങ്ങനെ ഉണ്ടാവും. പണ്ടത്തെ ഒരു ഡ്രസ്സ്, എന്താ നമ്മളെ വയലിലൊക്കെ ഇറങ്ങും പോലത്തെ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ആ കൊച്ചു നിൽപ്പുണ്ട്. അടുത്തൊരു കൊച്ചു വരുന്നുണ്ട്. എല്ലാം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഓക്കെ, എൻ്റെ ഫുൾ വീഡിയോ ഞാൻ അവിടെ തന്നെ അപ്ലോഡ് ചെയ്യാം.